എന്തായാലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓണമുണ്ട്. അത് വേറൊന്നല്ല, എനിക്ക് ഒരു 15 വർഷമായി ഞാൻ എൻ്റെ അമ്മയോടോ അപ്പനോടോ അല്ലെങ്കിൽ അപ്പനിപ്പോൾ വിയോഗപ്പെട്ടു സഹോദരങ്ങളോടൊന്നും അല്ല ഓണം ആഘോഷിക്കുന്നത്. എന്നെ ആരെങ്കിലും തിരുവോണത്തിന് ഞാൻ രാവിലെ ഉറക്കം എണീക്കുമ്പോഴായിരിക്കും എനിക്ക് കോൾ വരുന്നത്, അവിടെ അതിഥിയുണ്ട് ഇവിടെ അതിഥിയുണ്ട്, ചിലപ്പോൾ മതിൽ പൊളിക്കാൻ പോകും. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഊണൊന്നും നടക്കത്തില്ല. അപ്പോൾ പല ആൾക്കാരും എന്നെ ഉണ്ണാനൊക്കെ ആരും വിഷമമൊന്നും വിചാരിക്കരുത്. ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക വീട്ടിനകത്തിരുത്തി ഭക്ഷണം തന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ മനസ്സിൽ കയ്പേറിയ ആ ഒരു ഓർമ്മ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. നമ്മളൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരാളിനെയും നമ്മൾ വേറിട്ട് കാണുന്നില്ല, ഞാൻ ആരെയും വേറിട്ട് കാണുന്നില്ല. പക്ഷേ ഒരു ഓണത്തിന് ഇങ്ങനെ ഞാൻ ഒരു മതിലൊക്കെ പൊളിച്ച് കഷ്ണം വളരെ കഷ്ടപ്പെട്ട് കൈയും കാലൊക്കെ നല്ല സോപ്പിട്ട് കഴിയും അതിഥിയെ പിടിച്ചു. മൂർഖൻ അതിഥിയായിരുന്നു, പിടിച്ചു. എന്നിട്ട് അദ്ദേഹം എൻ്റെ കയ്യിലിങ്ങനെ കാഷ്ടിച്ചു, എൻ്റെ കയ്യിൽ കാഷ്ടിച്ചു അതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് അത് എല്ലാവരും നോക്കിയിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ കാഷ്ടിച്ച് ഞാൻ അപ്പോൾ അന്ന് ഞാൻ ഈ സ്റ്റിഫുള്ള ഇതേ ഇടുകയുള്ളൂ. അപ്പോൾ ഞാൻ മടക്കിയൊക്കെ വെച്ച് അവിടെ നിന്ന് തന്നെ ആദ്യം നന്നായിട്ട് സോപ്പ് വാങ്ങിച്ച് കഴിയും. എന്നിട്ട് ഞാൻ മണത്ത് നോക്കിയപ്പോൾ എനിക്ക് സ്മെല്ല് പോയില്ല. വീണ്ടും ഞാൻ മണമുള്ള സോപ്പ് വാങ്ങിച്ച് കഴിയും. എന്നിട്ട് തിരുവോണ ദിവസമാണ്, തിരുവോണ ദിവസം. അപ്പോൾ ആ വീട്ടിലെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അവർ 1:30-2 മണിയായി അവർ കഴിച്ച്. ഞാനവിടെ ചെല്ലുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എല്ലാം കഴിഞ്ഞു. എന്നോട് പറഞ്ഞ് കഴിച്ചോ? ഞാൻ പറഞ്ഞ് കഴിച്ചില്ല, എനിക്കെന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെള്ളം കുടിക്കാമെന്ന്, എൻ്റെ കട്ടൻ ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, എന്തുകൊണ്ട്? അപ്പോൾ ഒരു പായസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പായസം എനിക്ക് തന്ന ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ നാട്ടിലാണ്, എൻ്റെ നാട് പൗടിക്കോണം പോത്തൻകോടിനടുത്ത്. എനിക്ക് കുറേ നാൾ ഞാൻ മറന്നിരുന്നൊരു സംഭവമാണ്. ഞാൻ പെട്ടെന്ന് ഇതൊന്ന് ഓർത്തു വന്നു. നമ്മുടെ കാട്ടായിക്കോണത്തിനടുത്ത് എൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട് കൂടി തന്നെയാണ്. ഞാനത് പോയി കൈയൊക്കെ കഴുകി സോപ്പിട്ട് അപ്പോൾ എൻ്റെ വേണമെന്ന് ഞാൻ പറഞ്ഞ് പായസം മതിയെന്ന്. അപ്പോൾ ഞാൻ പാലുള്ള പായസം എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം കടലപ്പായസമായിരുന്നു അങ്ങനെ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിനകത്തുണ്ട്, എൻ്റെ ദേഹത്തൊക്കെ അഴുക്കുക. അപ്പോൾ ഞാൻ ഒരു വാരിപ്പെട്ട സ്ഥലത്ത് അങ്ങനെ പോയി ഇരിക്കുകയാണ്. ഞാൻ അവിടെ പടിയിൽ തന്നെ അടുക്കളയുടെ പുറകിൽ തിണ്ണയുണ്ടല്ലോ, തിണ്ണാന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ തിണ്ണയിലിരുന്നു. അപ്പോൾ ഞാൻ അകത്തിരിക്കാൻ ഞാൻ വേണ്ടെന്ന് ഞാൻ തിണ്ണയിലിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പായസം കൊണ്ടുവന്ന് 3-4 ഗ്ലാസ്സിൽ പായസം കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 3 പേര് നല്ല ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല പടമൊക്കെ ഉള്ള നല്ല കണ്ണാടി ഗ്ലാസ്സായിരുന്നു. പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടെങ്കിൽ എനിക്ക് കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന അവസ്ഥ. എനിക്ക് മാത്രം കൊണ്ടുവന്ന് എന്തായിരുന്നു പറയുക, നല്ല സ്ഫടിക ഗ്ലാസ് ആയിരുന്നു എന്നുള്ള. സ്ഫടിക ഗ്ലാസ് കണ്ടാലൊരു ഇമ്പം ഉണ്ടാകുന്നു. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഗ്ലാസ്സിൽ കടയിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചപ്പി പോകുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, നല്ല വില കൂടിയ പേപ്പറിലുണ്ടാക്കുന്ന ഗ്ലാസ്സായിരുന്നു. ഞാനത് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരൊക്കെ ക്ലാസ്സിൽ കുടിച്ചിട്ടുമ്പോൾ എനിക്ക് കപ്പിൽ തന്നപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം അപ്പോഴും തോന്നിയെങ്കിലും ആ ഒരു ഓണം അന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയും, ഒരു വീട്ടിലും പോയി പച്ച വെള്ളം പോലും വാങ്ങി കുടിക്കരുതെന്ന് അന്ന് 10-15 വർഷങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതാണ്. എന്നിട്ടും ചില ആൾക്കാർ നിർബന്ധിച്ച് നമ്മളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതങ്ങനെയല്ല സുരേഷ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വീട്ടിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫുഡ് തരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഈ തിരുവോണം എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിനടുത്താണ്. എൻ്റെ വീടിനടുത്ത് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 10-25 കിലോമീറ്ററുള്ള സംഭവമൊന്നുമില്ല, വെറും 6 കിലോമീറ്റർ. അപ്പോൾ എന്നെ അറിയാം, എൻ്റെ പശ്ചാത്തലം അറിയാം, എൻ്റെ വീടറിയാം. ഞാൻ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ മേശരി പണിക്ക് പോയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള വീട്ടിൽ നിന്നാണ് എനിക്ക് അനുഭവം. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അങ്ങനെ എനിക്ക് നല്ല സ്ഫടിക ഗ്ലാസ്സിൽ ഡിസ്പോസബിൾ കപ്പിൽ പായസം കൊണ്ടുവന്നില്ല, കടല പായസം. എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് കടല എന്ന് പറയുന്ന സാധനം, കടല പായസം, നല്ല കടല പായസം. അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ച് കുടിച്ചു. അന്ന് ഞാൻ നക്കി കുടിച്ചതിന് ശേഷം ഡിസ്പോസബിൾ ഉണ്ട്. ഞാൻ ഒരിക്കലും ചുറ്റി അവരോട് വെക്കാൻ പറഞ്ഞു, ഞാൻ വെച്ചില്ല. സാധാരണക്കാരുടെ വീടാണ്, ഒരിക്കലും കോടീശ്വരൻ്റെയോ ഇതിലൊരിക്കലും ജാതി വർണ്ണമൊന്നും നിങ്ങളാരും കൊണ്ടുവരരുത്. എനിക്കിതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാം സാധാരണക്കാരിൽ നിന്നാണ്. ഞാൻ ആ ഡിസ്പോസൽ ഗ്ലാസ് അപ്പം തന്നെ ചുരുട്ടി, സാധാരണ അതിനുശേഷം പോക്കറ്റ് അന്ന് ഞാൻ ചുരുട്ടിയിട്ട് ബോൾ പോലെ ആക്കി അടുത്ത പറമ്പിലേക്ക് എറിയുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാലറിയാം. എൻ്റെ സുഹൃത്ത് അന്നത്തെ എൻ്റെ സുഗുണ്ണൻ, അവരോടൊക്കെ ഞാൻ സുഗുണ്ണൻ, ആൻഡ്രോസ്, ഈ മേശരിമായിട്ടൊക്കെയാണ് പണിക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യം ഞാൻ അവരോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് വാവേ, എന്നെ സുരേഷ് എന്നല്ല വിളിക്കുക, ഇങ്ങനെയൊക്കെയാണ് വാവേ നമ്മുടെ നാട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓണമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഈ പാമ്പിൻ്റെ മേഖലയിൽ വന്നതിന് ശേഷം ഓണം ആഘോഷിക്കാറില്ല. ആരെങ്കിലും കൂടെ കുറച്ച് സമയം എവിടെയെങ്കിലും അവരെ കൂടുന്ന സമയത്ത് അവിടെ പോയിരിക്കുക, അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോരും, അവരുടെ ഒപ്പം ഫുഡ് കഴിക്കുന്നൊരു വിനോദമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അനുഭവത്തിന് ശേഷം വളരെ അപൂർവമായിട്ട് ഇപ്പം ഞാൻ പോകുന്നത് പാങ്ങപ്പാറ രാജീവ് എന്നുള്ള സാറിൻ്റെ വീട്ടിൽ മാത്രമേ തിരുവോണത്തിന് പോകണം. അതും പായസം മാത്രമേ കുടിക്കുള്ളൂ, ഊണങ്ങനെ കഴിക്കാറില്ല. ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആ മറക്കാൻ പറ്റാത്ത എൻ്റെ മെമ്മറിയിൽ എപ്പോഴും അതൊരു
പെയിനായിരിക്കുന്നുള്ളൂ. അന്ന് മുതൽ ഈ 15 വർഷമായി മുടങ്ങാതെ ഞാൻ പോകുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കുരിയാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുറേ ആൾക്കാർ ഒരമ്മ തുടങ്ങി വെച്ച ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടുത്തെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അവിടുത്തെ മക്കളും അവിടുത്തെ അമ്മമാരൊക്കെ എന്നെ പ്രതീക്ഷിക്കും. ആനന്ദ നിലയം എന്നാണ് അനാഥ മന്ദിരത്തിൻ്റെ പേര്. അവരോടൊപ്പം ഇരുന്ന് ഇലയിട്ട് അവരോടൊപ്പം ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പിരിയുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഒരു വേദന ഇപ്പോഴാണ് മാറിയത്. ഈ അനാഥ മന്ദിരമായി നമ്മുടെ ഈ അനാഥ മന്ദിരം കുരിയാത്തിയിൽ പോയി ആ അനാഥ മന്ദിരത്തിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അതെല്ലാം മറക്കുന്നു.